അപ്രതീക്ഷിത തോൽവിയെ തുടർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നടപടികളുമായി കെ.ബി. ഗണേഷ് കുമാർ. കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലത്തിൽ സായാഹ്ന ചർച്ചകൾ സംഘടിപ്പിക്കും. പ്രവർത്തകർ നിരാശരാകേണ്ട എന്ന് നേതൃയോഗം. പത്തനാപുരത്തെ ഓഫീസ് സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കും. ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും കേരള കോൺഗ്രസ് ബി. ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. പാർട്ടി തന്നെ ഇല്ലാതായിപ്പോയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പാർട്ടിയുടെ ഏകമുഖമാണ് കെ.ബി. ഗണേഷ് കുമാർ. അവസാന നിമിഷം വരെ തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു ഗണേഷ് കുമാറിന് പത്തനാപുരം ഇത്തവണയും തന്നെ തുണയ്ക്കുമെന്ന്. പക്ഷേ ആദ്യമായി ഗണേഷ് കുമാർ ഒരു തോൽവി അറിഞ്ഞ തിരഞ്ഞെടുപ്പാണ്. ഒപ്പം കേരള കോൺഗ്രസ് ബിയും. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? പാർട്ടിയുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ് ഷമീർ? സിദ്ധലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടി, കേരള കോൺഗ്രസ് ബിക്കും അതുപോലെ എമ്മിനും വലിയ തിരിച്ചടി നേരിട്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു MLA നഷ്ടപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടിയുടെ പുനരുജ്ജീവനം മുന്നോട്ട് എങ്ങനെയാണെന്നൊരു ചിന്താഗതി ആ പാർട്ടിക്ക് തന്നെ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നേതൃയോഗം ഗണേഷ് കുമാർ വിളിക്കുകയും നേതൃയോഗത്തിൽ പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന പ്രവർത്തകർക്ക് ധൈര്യവും ഊർജവും പകരുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ വെച്ചു. ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തും, അതുപോലെ പഞ്ചായത്ത് തലം മുതൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിക്കും. ഒപ്പം തൻ്റെ അച്ഛൻ ആർ ബാലകൃഷ്ണൻ പിള്ള കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അത് പാർട്ടിയിൽ നടപ്പിലാക്കും. സാധാരണ പ്രവർത്തകരെ ചേർത്ത് നിർത്തി അത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ നടപ്പാക്കും. ഈ പാർട്ടി നശിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി നടന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യയും ഒപ്പം BJPയുമായുള്ള ഡീലുമാണെന്നും കെ.ബി. ഗണേഷ് കുമാർ നേതൃയോഗത്തിൽ പ്രവർത്തകരോട് പറഞ്ഞു. ഒപ്പം തന്നെ ഈ വരുന്ന 5 വർഷവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആ മണ്ഡലത്തിൽ തന്നെ താൻ ഉണ്ടാകുമെന്നും തൻ്റെ ഓഫീസ് അതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ചില സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നതിനെ ബന്ധപ്പെട്ട് ചില കരാറുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കരാറുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാനായി പോകുന്നത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും കെ.ബി. ഗണേഷ് കുമാർ അവിടെ തന്നെ പത്തനാപുരത്ത് തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ ഒരു MLA സ്ഥാനം കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടിയുടെ അസ്തിത്വം. ആ പാർട്ടിക്ക് നിരവധി മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്. അത്തരത്തിൽ ആ പാർട്ടിയെ നയിക്കാൻ ഇനിയും ആളുകളുണ്ട്. അതുകൊണ്ട് ആ പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെടുന്നില്ല. ഈ പരാജയം കൊണ്ട് ഇടതുമുന്നണി വിട്ടുപോകാനും എന്തായാലും നിലവിൽ കേരള കോൺഗ്രസ് ബി തയ്യാറാകുന്നില്ല. ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നു. എന്തായാലും ഗണേഷ് കുമാർ പോലും വിചാരിക്കാത്ത തരത്തിലൊരു പരാജയമാണ് ആ മണ്ഡലത്തിൽ ആ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. നിയമസഭയിലെ പ്രാതിനിധ്യമില്ലാതായി. അങ്ങനെ ആ പാർട്ടിയുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ചില നിർദ്ദേശങ്ങളും പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്ന ചില നടപടിക്രമങ്ങളുമായി കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് വരുന്നത്. ഷമീർ, ശരി. ഇപ്പോൾ കേരള കോൺഗ്രസ് ബി വീണ്ടും അല്ല, അവർ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല പാർട്ടികളും അപ്രസക്തരായിപ്പോയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പം അതായത് കേരള കോൺഗ്രസ് ബിയുടെ മുഖമെന്ന് പറയുന്നത് കെ.ബി. ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല, അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ആ പാർട്ടിയുടെ ഒരു സാന്നിധ്യം നിയമസഭയിലില്ല. അതേപോലെയാണ് കേരള കോൺഗ്രസ് എസ്, കടന്നപ്പള്ളി മത്സരിച്ച് പരാജയപ്പെട്ടു. അപ്പം ആ ഒരു പാർട്ടിയില്ല. കേരള കോൺഗ്രസ് അതേപോലെ മാണി വിഭാഗ് കേരള കോൺഗ്രസിയും അവരുടെ പാർട്ടിയുടെ സാന്നിധ്യമില്ല. അപ്പം അങ്ങനെ കേരള കോൺഗ്രസ്സുകാർക്കും നഷ്ടം സംഭവിച്ച ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. നമ്മുടെ